ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. LDC എക്സാം എറണാകുളം ജില്ലയിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇത് 78/2017 ഇതിൻ്റെ കോഡ്. അപ്പോൾ ഇതിൻ്റെ മാത്സും റീസണിങ്ങും ഒഴികെയുള്ള ഭാഗങ്ങൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാത്സ് എന്നുള്ളത് വർക്കൗട്ട് ചെയ്ത് കാണിക്കേണ്ടതുള്ളതുകൊണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് bibimohanan.com എന്ന ബ്ലോഗിൽ, എൻ്റെ ബ്ലോഗിൽ കിട്ടുന്നതാണ്. bibimohanan.com. ഓക്കെ, അത് ഈ ഒരു സൈഡിൽ ഇവിടെ കാണാം, bibimohanan.com എന്ന് പറയുന്നത്. നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇസ്രായേലാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ കാണപ്പെടുന്നത് ഏത് നിക്ഷേപങ്ങളാണ്? ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപങ്ങളാണ്. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? 860 പെർ ചതുരശ്ര കിലോമീറ്റർ എന്നാണ്. 860 ആളുകൾ. IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? ഇതിൽ ശരിക്കും IFSC എന്ന് വേണം. IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? 11. ശരിക്കും ഡിജിറ്റ്സ് മാത്രമല്ല, ആൽഫബറ്റ്സും കൂടി ചേർത്തിട്ടാണ് 11. പ്രതിനിധി ആരാണ്? ജോൺ ഫെർണാണ്ടസ് ആണ് കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷമേത്? മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് 1568 1568. ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? 330. ആർട്ടിക്കിളാണ് ലോകസഭയിൽ SC/STക്കാർക്ക് സീറ്റുകൾ റിസർവ് ചെയ്തതിൻ്റെയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയുടെ ചെയർമാൻ ആരാണ്? HL ദത്താണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രമാണ് ദ ഹിന്ദു. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷമേത്? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം 2006. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീരാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? അത് KP കേശവ മേനോനാണ് ഇതിൽ പെടാത്തത് എന്ന് പറയുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾഡ്, അതുപോലെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ www.bibimohanan.com എന്ന ബ്ലോഗിൽ ലഭ്യമാണ്. അത് സന്ദർശിക്കുക. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇമെയിലിൽ ലഭിക്കുന്നതാണ്. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. 63ാമത് ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം എന്ന് കിട്ടിയത് ഗുജറാത്തിനാണ്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ഏതാണ്? ആരാച്ചാർ. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രിയാണ് പേഷ്വ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസിൻ്റേതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് സ്ഥാപിച്ചത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെയായിരുന്നു ഈ വാക്കുകൾ? ബ്രിട്ടീഷുകാരൻ്റെ ആയിരുന്നു. ആരായിരുന്നു? മെക്കാളെ പ്രഭുവിൻ്റേതായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം 1966. ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ, ഗ്ലൂക്കോസ് എങ്ങനെയാണ്? C6H12O6 തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ കാർബൺ 6 എണ്ണം, ഹൈഡ്രജൻ 12 എണ്ണം, ഓക്സിജൻ 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ തന്നെ മൊത്തം എത്ര ആറ്റങ്ങളുണ്ട്? 24 ഉണ്ട്. അപ്പോൾ 3 ഗ്ലൂക്കോസ് തന്മാത്രകളിലാവുമ്പോൾ 3 × 24, അപ്പോൾ 72 എന്ന് കിട്ടും. മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പാചകവാതത്തിലെ പ്രധാന ഘടകം. ഇപ്പോൾ മീഥെയ്ൻ എന്ന് പറയുന്ന ബയോഗ്യാസിലെ വാതകത്തിലെയും ഘടകമാണ്. പക്ഷെ പാചകവാതകം അല്ലെങ്കിൽ LPGയിൽ മീഥെയ്ൻ ഇല്ല. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 32. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഹേബർ പ്രക്രിയ. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം. ഇന്ത്യ ആദ്യമായിട്ട് ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസാറ്റ്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണം. 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവിടെ പുതിയ താപനില എത്രയായിരിക്കും? ജലത്തിന് 301 ആവും, വെളിച്ചെണ്ണയ്ക്ക് 302 ആകും. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ജലത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ശബ്ദത്തിൻ്റെ സ്പീഡ്, വെലോസിറ്റി കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. അപ്പോൾ വായുവിനേക്കാളും സ്പീഡ് കൂടുതലാണ് ശബ്ദത്തിന് ജലത്തിൽ കൂടി ട്രാവൽ ചെയ്യാൻ. അതുപോലെ ഇരുമ്പിൽ അതിലും കൂടുതലാണ്. വായു, ജലം, ഇരുമ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഇതിൽ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അറ്റോമിക് നമ്പർ, അതായത് താഴെ എഴുതിയിരിക്കുന്ന നമ്പർ സെയിം ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാവുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോള താപനം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന അപര്യാപ്തത രോഗമാണ് കണ. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 അക്ഷാസ്ഥികൂടത്തിലുള്ള അസ്ഥികളുടെ എണ്ണം. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല
ആലപ്പുഴയിലാണ് വനങ്ങളില്ലാത്തത്. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് അലർജി. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പട്ടാമ്പി. നെല്ല് ഗവേഷണ കേന്ദ്രം. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോക്സിൻ സ്രവിക്കുന്നത്. അയഡിനാണ് തൈറോക്സിൻ സ്രവിക്കാൻ ആവശ്യമായ മിനറൽ. അയഡിൻ്റെ കുറവ് മൂലം അപ്പോൾ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അതുപോലെ ഗോയിറ്റർ ഉണ്ടാവുന്നു. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാരുണ്യ. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലോഗിൽ. പക്ഷേ ഇതിപ്പോൾ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല. സോൾവ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ പറയാം. ഞാൻ അടുത്ത വീഡിയോ അത് ചെയ്യുന്നതാണ്. ഹി ഓർഡേർഡ് ഹിസ് സെർവൻറ്റ് ടു ഗോ ഹോം. അങ്ങനെയാണ് ഹി ഓർഡേർഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പരേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഹി ഓർഡേർഡ് എന്ന് പറയുന്നത് ടു ഗോ ഹോം. The leaves dash as the wind blew. The leaves rustled as the wind blew. A bird in hand is worth two in the bush. A bird in hand is worth two in the bush. The marriage party dash at dawn. The marriage party set off at dawn. The president was specially happy to visit the school because it was his alma mater. Shut the door is a or an dash sentence. Shut the door എന്ന് പറയുന്നത് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. The doctor prescribed an ointment. The patient applied it according to instruction. Applied ആണ്. Arun's father's eldest brother is his favorite uncle. Can you lend me a pen please? അതിൻ്റെ ആൻസർ പറയുന്നത് yes, here you are. The speaker drew the attention of the audience dash the burning issue. The speaker drew the attention of the audience to the burning issues. One who talks in sleep, somnilocent. Somnilocent ആണ് one who talks in sleep. The train started after we dashed for about an hour. The train started after we had played for about an hour. We would not have failed if he dashed enough money. If he had enough money. ഇഫ് ക്ലോസിൻ്റെ പ്രയോഗമാണിത്. ഇഫ് ക്ലോസിൻ്റെ പ്രയോഗത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഗ്രാമർ സെഷനിലോ അല്ലെങ്കിൽ VOയുടെ പ്ലേലിസ്റ്റിലോ കാണാൻ സാധിക്കുന്നതാണ്. The government controlled by the rich. Plutocracy. Write the correct meaning of the idiomatic expression a big bug. A person of importance. The correctly spelled word below. Discrimination. DIS ആണ് വരുന്നത്. The opposite of innocent is guilty. The rider rode his horse to victory. Rode എന്നാണ്. RODE റോഡാണ്. One of the men dash reached the top of the mountain. Has reached the top of the mountain. She has finished her work. Hasn't she? She has finished her work എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുമ്പോൾ അത് എങ്ങനെ വേണം? നെഗറ്റീവായിട്ട് ചോദിക്കണം. hasn't she. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ V. മാധവൻ നായർ. തന്നിരിക്കുന്ന ഭാഗത്തിൽ തെറ്റായ ഭാഗം ഏത്? സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. അവിടെ എന്താ വേണ്ടത്? ഓരോ കുട്ടിയും എന്നു മതി. ഓരോ കുട്ടിയും. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഏതാണ്? There is little water in the new well. To let the cat out of the bag എന്നതിൻ്റെ അർത്ഥം രഹസ്യം പുറത്തറിയിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് അമ്മ കുഞ്ഞിന് അപ്പം കൊടുത്തു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കുഞ്ഞിന്. ന് അങ്ങനെയൊക്കെ പറയുന്ന അമ്മയ്ക്ക്, കുഞ്ഞിന് അങ്ങനെയൊക്കെ പറയുന്ന ഉദ്ദേശിക വിഭക്തിയാണ്. അതിവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. സന്ധി നിർണ്ണയിക്കുക. ഋഗ് പ്ലസ് വേദം ഋഗ്വേദം. ഋഗ് പ്ലസ് വേദം ഋഗ്വേദം. ഇത് ലോപസന്ധി. പൈദാഹം എന്ന് പറഞ്ഞ എന്തിൻ്റെ പര്യായമാണ്? വിശപ്പും ദാഹവും.
നിലാവിൻ്റെ പര്യായമല്ലാത്തത് പനിമതി, കൗമുദി, ജ്യോത്സന, ചന്ദ്രിക ഒക്കെ നിലാവിൻ്റെ പര്യായമാണ്. അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻ മകൻ ജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠൻ. മഹാശ്വേത ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം 1996. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഞാനൊരു പുതിയൊരു കാര്യം തുടങ്ങിയിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്ക് വഴി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വഴി നമ്മൾ ഓരോ പോർഷൻസ് പഠിക്കുന്നു. ഇപ്പോൾ ബയോളജിയുടെ 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് നോക്കുക. താങ്ക് യു സോ മച്ച്.